usual. No homework. Same here. പഠന വൈകല്യമൊക്കെ ഒരു MRI എടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന രക്ഷിതാക്കളുണ്ട്. സാധാരണ രീതിയിലുള്ള MRI എടുത്തു കഴിഞ്ഞാൽ പഠന വൈകല്യം മനസ്സിലാകാൻ പ്രയാസം തന്നെയാണ്. എന്താണ് പഠന വൈകല്യത്തിൽ എസ്പെഷ്യലി ഡിസ്ലെക്സിയയിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളൊരു കാര്യം കാണുന്നത് തലച്ചോറ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഓക്സിപിറ്റൽ ലോബ് വഴിയാണ്. അത് സംസാരത്തിന് വേണ്ടി വേണ്ടതോ ഫ്രോണ്ടൽ ലോബിലെ മോട്ടോർ ഏരിയയാണ് വേണ്ടത്. സോ ഈ കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നെ അത് പറയണം. അപ്പോൾ അത് ഓക്സിപിറ്റൽ ലോബും ഫ്രോണ്ടൽ ലോബും തമ്മിലുള്ള ഒരു കണക്ഷൻ വഴിയാണ് ഇത് സാധിക്കുന്നത്. ഇതിനു വേണ്ടി 2 പാത്വേയാണ് സാധാരണഗതി ഉണ്ടാവുക. റെഡിൽ കാണിച്ചിട്ടുണ്ടാവും, അതായത് ഓക്സിപിറ്റൽ ലോബ് പാരൈറ്റൽ ലോബ് വഴി പോകുന്ന ഫ്രോണ്ടൽ ലോബിലേക്ക് എത്തുന്ന പാത്വേ, അത് ഡോർസൽ പാത്വേ എന്നും താഴെ കാണിക്കുന്ന ടെമ്പറൽ ലോബിലൂടെ പോകുന്നത് ഗ്രീൻ കളറിലുള്ളത് വെൻട്രൽ പാത്വേ. സാധാരണഗതിയിൽ നിങ്ങൾ ഈ ചിത്രത്തിലൊക്കെ മനസ്സിലാവും, ഒരു കുട്ടി ആദ്യമായി വേർഡ് വായിക്കുമ്പോൾ കാറ്റ് ഇതിൽ കാണാം, അത് ഓരോന്ന് ഡീകോഡ് ചെയ്തിട്ടാണ് വായിക്കുന്നുണ്ടാവുക. പിന്നീട് വീണ്ടും റിപ്പീറ്റ് പഠിച്ചതിന് ശേഷം അത് സൈറ്റ് റെക്കഗ്നേഷനിലൂടെ കുട്ടികൾ വായിച്ചു തുടങ്ങും. അതിൽ ഇൻവോൾവ് ചെയ്യുന്ന പാത്വേയാണ് വെൻട്രൽ പാത്വേ. സാധാരണഗതിയിൽ ഡിസ്ലെക്സി ഉള്ള കുട്ടികൾക്ക് ഈ വെൻട്രൽ പാത്വേ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവില്ല. അപ്പം വീണ്ടും അവർക്ക് കാണുമ്പോൾ അത് ഡീകോഡ് ചെയ്ത് വായിക്കേണ്ടി വരും. ഒരു കണക്ഷനിലുള്ള പ്രശ്നമാണ്. സോ ഇത് സ്ട്രക്ചർ ആയിട്ടുള്ള പ്രശ്നം അല്ലാത്തതുകൊണ്ട് ഇത് MRIയിൽ സാധാരണഗതിയിൽ വ്യക്തമായി മനസ്സിലാക്കാൻ പ്രയാസമാണ്.